Smartphone cameras improve ചെയ്യാനായിട്ട് തുടങ്ങിയ ആ ഒരു സമയം തൊട്ട് നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് ആണല്ലേ. പക്ഷെ നമ്മളെല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സെയിം ഓൾഡ് ബോറിംഗ് സ്റ്റൈലിലുള്ള ഫോട്ടോസ് ആണ്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഹൗ വി ക്യാൻ ടേൺ അ ഗുഡ് ഫോട്ടോസ് to great photos. അപ്പോൾ ഈ ഗുഡ് ഫോട്ടോസും ഗ്രേറ്റ് ഫോട്ടോസും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നോർമലി നമ്മുടെ സ്മാർട്ട് ഫോണിൽ നല്ലൊരു ലൈറ്റിംഗ് നമ്മൾ നോർമലി ഫ്രെയിം ചെയ്തെടുക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ ഗുഡ് ഫോട്ടോ എന്ന് പറയാം. പക്ഷെ നമ്മൾ ഈ ഒരു ഫോട്ടോ നമ്മളിവിടെ കാണുന്ന ഒരു ഫോട്ടോ ആയിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യു കുഡ് സീ ദ ഡിഫറൻസ് റൈറ്റ്. അപ്പോൾ എന്തായാലും ലോക്ക്ഡൗൺ ആണ്, നമ്മളെല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അധികം ക്യാമറ ലൈറ്റിംഗ് എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ അതല്ലെങ്കിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോഗ്രാഫി സ്റ്റൈലാണ് ഫ്ലാറ്റ് ലൈ ഫോട്ടോഗ്രാഫി. നമുക്ക് പ്രൊഡക്റ്റ് ഷൂട്ടിനോ അതല്ലെങ്കിൽ ഡെയിലി ഒബ്ജക്ട്സിന്റെ ഫോട്ടോ എടുക്കാനോ അതല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് ലൈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലാറ്റ് ലൈ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ മെയിൻലി ടോപ്പ് ആംഗിളിൽ നിന്ന് പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിൽ നമ്മുടെ സബ്ജക്റ്റും അതുപോലെ തന്നെ കുറച്ച് പ്രൊഡക്ട്സും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചെടുക്കുന്ന ഫോട്ടോസിനാണ് നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് ലൈ ഫോട്ടോസ് നമ്മൾ പറയുന്നത്. ഒരു ഫ്ലാറ്റ് ലൈ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ചൂസിങ് ദ റൈറ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഷൂട്ടിനുള്ളത് ഈ ഒരു ഗ്രിൽ BK എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഇൻസ്റ്റന്റ് BBQ റബ്ബാണ്. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മളെന്തായാലും ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ചൂസ് എ റൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വലിയ എയിം ഉണ്ടായാലും നമുക്ക് നേരെ ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് ചാടിക്കാം. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ എത്തിപ്പെട്ടേക്ക് നമ്മുടെ വീടിൻ്റെ ബാക്കിലെ പറമ്പിലാണ്. നമുക്കൊരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് എന്തെങ്കിലും പറമ്പിൽ വെച്ച് എടുക്കാന്ന് പറയുന്നത് അത്ര എയിം ഉണ്ടായിരിക്കില്ല. നമുക്ക് ഇവിടുന്ന് നേരെ ചാടാം. ഇപ്രാവശ്യം നമുക്ക് നല്ല ഹൈറ്റിൽ ചാടണം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ എത്തിയേക്കാണ്. ടെറസിൻ്റെ മുകളിൽ നമുക്ക് ഇവിടെ ഒരു സിമെൻറ്റ് ടെക്സ്ചറാണ് വരുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു ടെക്സ്ചറുള്ള ഈ ഒരു ഏരിയ നമ്മുടെ ഫോട്ടോഗ്രാഫിക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് മെയിൻലി രണ്ട് ടൈപ്പിലുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലെയിൻ സോളിഡ് കളർ നിങ്ങളുടെ പ്രൊഡക്റ്റായിട്ട് മാച്ച് ആവുന്ന ഒരു പ്ലെയിൻ കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ടെക്സ്ചറുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ നമ്മളെന്തെങ്കിലും ഇത് ചൂസ് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കുറച്ച് ഐറ്റംസ് നമ്മുടെ ഫ്രെയിമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഫുഡ് പ്രൊഡക്റ്റ് ആണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കണേ ടെറസിൻ്റെ മുകളിൽ. ഇവിടെ നമുക്ക് എന്തായാലും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇവിടെ ഇല്ല. നമുക്ക് നേരെ ഇവിടുന്ന് ചാടി കിച്ചണിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കള്ളി തുറന്നു കഴിഞ്ഞാൽ ലേശം മുളക് പൊടി, ലേശം കുരുമുളക് പൊടി, ലേശം മല്ലിപ്പൊടി, അങ്ങനെ സകലമാന പൊടികൾ നമ്മൾ കുറേശ്ശെ എടുത്തിട്ടുണ്ട്. അതിന് താഴെ നമ്മൾ ഈ ഒരു കള്ളി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വുഡൻ ടെക്സ്റ്റേഴ്സുള്ള കുറച്ച് സ്പൂണ്, കയ്യില്, കോപ്പൊക്കെ ഉണ്ട്. അതും നമ്മൾ എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബാക്കി എടുത്തേക്കുന്ന ഐറ്റംസ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ക്യാമറ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സെറ്റിംഗ്സിൽ നമ്മൾ യൂസ് ചെയ്യുക. എപ്പർച്ചർ വാല്യൂ നിങ്ങൾക്കൊരു 4, 5, 6 ആ റേഞ്ചിൽ ഇടാം. അതിനനുസരിച്ച് ISO ആൻഡ് ഷട്ടർ സ്പീഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക. വൈറ്റ് ബാലൻസ് ഫിക്സ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടാ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് ആംഗിളിൽ നിന്നാണ് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നത്. സോ ഏത് നിങ്ങൾക്ക് ഹാൻഡ് ഹെൽഡ് ആയിട്ട് ഫോട്ടോ എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ ഒരു ട്രൈപോഡിന് മുകളിൽ സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്യാമറ നമ്മൾ സെറ്റ് ചെയ്യും. അടുത്തത് നമ്മുടെ ഫ്രെയിമിലുള്ള സബ്ജക്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് ഇന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു റൂളോ കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ മെയിൻ സബ്ജക്റ്റ് സെൻറ്ററിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ അറ്റൻഷൻ ആ ഒരു സബ്ജക്റ്റിലോട്ട് പോകും. നമ്മൾ നേരെ മറിച്ച് ആ ഒരു സബ്ജക്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വെച്ച് വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റ് നമ്മൾ ആ ഒരു ഫ്രെയിമിൽ ഡോമിനേറ്റിംഗ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസ് ഈ ഫോട്ടോ കാണുമ്പോൾ ഇതിൽ ഏതാണ് ശരിക്കും ഇവർ കാണിക്കാൻ ഉദ്ദേശിച്ച സബ്ജക്റ്റ് എന്ന് അവർക്ക് ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഉണ്ടാവാനായിട്ട് പാടില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈറ്റിംഗ്. ലൈറ്റിംഗ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റിംഗ് ഗിയർ ഒന്നും വേണ്ട. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഈ ഒരു സൺലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൺലൈറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹാർഷ് ആയിട്ടൊരു ലൈറ്റിംഗ് ആണ്. നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് ലൈ ഫോട്ടോഗ്രാഫിക്ക് ഇത്രയും ഹാർഷ് ആയിട്ടൊരു ലൈറ്റ് വേണ്ട. നമുക്ക് ഈ ഒരു ലൈറ്റ് കുറച്ചൊന്ന് സോഫ്റ്റൻ ചെയ്യണം. അപ്പോൾ ഇത് സോഫ്റ്റൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 5-in-1 റിഫ്ലക്ടർ ആണ്. റിഫ്ലക്ടർ അല്ലാട്ടെ. ഇവിടെ നമുക്ക് 4 സർഫസ് വരുന്നുണ്ട്. ഒരു സിൽവർ റിഫ്ലക്ടർ, ഒരു ഗോൾഡൻ റിഫ്ലക്ടർ, അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷീറ്റ് വരുന്നുണ്ട്. ഇത് മൂന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ലൈറ്റിന് ഇതുമ്പോൾ കൊള്ളിച്ച് തിരിച്ച് റിഫ്ലക്ട് അല്ലെങ്കിൽ ബൗൺസ് ചെയ്യാനാണ് നമ്മൾ ഈ 3 സർഫസ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്. ഇതെന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ സൈഡിലോട്ട് എനിക്ക് ലൈറ്റ് വേണ്ട, ഇവിടെ ഒന്ന് ഇരുട്ടിച്ചിരിക്കട്ടെ വെച്ചിട്ട് വേറെ ലൈറ്റ് ഒന്നും റിഫ്ലക്ട് ചെയ്യാതിരിക്കാനാണ് നമ്മൾ ഒരു ബ്ലാക്ക് സർഫസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തായാലും ഇതല്ല നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സിബ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു ഡിഫ്യൂസർ വരുന്നുണ്ട്. ഇതാണ് നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്ന സാധനം. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് ഈ ഒരു ഫ്ലാറ്റ് ലൈ ഫോട്ടോഗ്രാഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. വേറെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തു, ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തു. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ബട്ടൺസ് നിങ്ങൾ പ്രസ് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ ബട്ടൺ എന്ന് പറയുന്നത് ഒന്നോലെ ഇവിടെയായിട്ട് അല്ലെങ്കിൽ ഇവിടെയായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തെ ബെൽ ബട്ടൺ അത് പ്രസ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തൊരു ലൈക്ക് ബട്ടൺ അതും പ്രസ് ചെയ്യുക. അപ്പോൾ ആ 3 ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങളുടെ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി പാർട്ട്. നിങ്ങൾ എന്തായാലും ഒരുപാട് ഫോട്ടോസ് നിങ്ങൾ എടുത്തു നോക്കുക. ഇതാണ് പ്രോപ്പറായിട്ട് സ്യൂട്ട് ആവുന്നത്. ആ ഒരു ഫോട്ടോ ആണ് നമ്മൾ സെലക്ട് ചെയ്യുക.
അതിനുശേഷം എന്ന് പറയുന്നത് എഡിറ്റിംഗ് പാർട്ടാണ്. നമുക്കിവിടെ പ്രീസെറ്റ്സ് അപ്ലൈ ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, അങ്ങനത്തെ വലിയ എഡിറ്റിംഗ് ഒന്നും ആവശ്യം വരുന്നില്ല. സ്ലൈറ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടി കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റിലോ അല്ലെങ്കിൽ ഫോട്ടോ എന്തെങ്കിലും നോയ്സ്, സ്ക്രാച്ച്, ഡസ്റ്റ്, ചുളിയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഇറേസ് ചെയ്ത് കളയാം. കളർ കറക്ഷൻ വേണമെങ്കിൽ അതും കൂടെ ഒന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതായത് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോനെ ഇതിങ്ങനെ ആക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയുടെ ഹോൾ പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീടിനകത്ത് തന്നെ നമുക്ക് ലൈറ്റിങ്ങോ അല്ലെങ്കിൽ ക്യാമറ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാതെ നമ്മുടെ സ്മാർട്ട് ഫോണിലായാലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോഗ്രാഫി സ്റ്റൈലാണ് ഈ ഒരു ഫ്ലാറ്റ് ലൈറ്റ് ഫോട്ടോഗ്രാഫി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഫോട്ടോഗ്രാഫി നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ #JOBI എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഫോട്ടോസൊക്കെ കാണാം. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസ് എടുത്ത് ഞാൻ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ 3 ബട്ടണും അമർത്താനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതൊരു ബൈ, പീസ്.